അപ്പോഴാണ് പിന്നെ ഇത്രമാത്രം ക്രൂരത അങ്ങ് തുടങ്ങിയത്. ഇവർ 3 പേരും കൂടെ ഞാൻ ഒന്നും കൂടെ പറയാം. കാരണം പിന്നെ പോയി 1 വർഷമൊക്കെ കഴിഞ്ഞ സമയത്ത് ഈ മോളെ മിക്സി ഓൺ ചെയ്ത് വെച്ചിട്ട് ആ സ്ത്രീ അവരെ വീട്ടിൽ, സഹോദരിയുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നിടത്ത് മിക്സി ഓൺ, അന്ന് മോളെ അവിടെ വിളിച്ചു വരുത്തിയെന്ന് ചമ്മന്തി അരയ്ക്കാൻ പറഞ്ഞത്. മിക്സി ഓൺ ചെയ്തിട്ട് ഈ സ്ത്രീ ഈ ജാറിൽ ഇതെല്ലാം തേങ്ങയെല്ലാം ചിരകി ഇട്ടിട്ട് അത് തന്നെ പറയുന്നത്. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നെടുമങ്ങാട് വിഷയത്തിലാണ് വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഞാൻ ഇന്നലെ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിരുന്നു. അതായത് ഈ അഷ്കർ എന്ന് പറഞ്ഞിട്ടുള്ള പിശാജിൻ്റെ ഉമ്മയും സഹോദരിയും രണ്ടുപേരും വളരെ തകർത്ത് അഭിനയിച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ റിയാക്ട് ചെയ്തിരുന്നു. അവരുടെ ഇൻ്റർവ്യൂ ഭയങ്കര വിറച്ചിട്ടൊക്കെയാണ് അവരുടെ സഹോദരി സംസാരിക്കുന്നത്. അവർക്ക് ടെൻഷൻ കാരണം സംസാരിക്കാൻ പറ്റുന്നില്ല. ആ കുഞ്ഞിൻ്റെ കാര്യം ഓർത്തിട്ട് അത്രയും വിഷമിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അഭിനയം എന്നുള്ള വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ വീഡിയോ ചെയ്തിരുന്നു. അതിനുശേഷം ഇന്ന് നോക്കുമ്പോൾ ഈ ഇവൻ്റെ ആദ്യത്തെ ഭാര്യ ആമിനയുടെയും ഉപ്പ ഇവരുടെ ഒരു ഇൻ്റർവ്യൂ, അവരുടെ കുറച്ച് കാര്യങ്ങൾ ഇന്ന് അവർ ഒരു ചാനലിൽ കൊടുത്തുള്ള അഭിമുഖത്തിൽ പറയുന്നത് കേട്ട സമയത്ത് അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ സംസാരിക്കാനും നിങ്ങളിലേക്ക് എത്തിക്കണം തോന്നിപ്പോയി. കാരണം വെച്ചാൽ നമ്മുടെ നാട്ടിൽ നിയമം എന്ന് പറയുന്ന സംഭവം എത്രത്തോളം മനുഷ്യനെ ഇതുപോലുള്ള ക്രൈം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതിന് ഓരോ ദിവസവും നമ്മൾ ഓരോ എക്സാമ്പിൾസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിയമം മാറാതെ ഒരു കാര്യമില്ല. എന്ത് ചെയ്തു കഴിഞ്ഞാലും ഇത്രയും ശിക്ഷ കിട്ടുള്ളൂ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയാം. മേൽക്കോടതികളുണ്ട്, വാദിക്കാൻ അറിയുന്ന വക്കീലുകളുണ്ട്, നിയമത്തിൽ ലൂപ്പ് ഹോൾസ് ഉണ്ട് എന്ന് അറിയുന്നത് ഒറ്റ കാര്യം കൊണ്ട് തന്നെ പല കുറ്റകൃത്യങ്ങളും നമ്മുടെ നാട്ടിൽ കൂടുക എന്നല്ലാതെ കുറയുന്നൊരു സിറ്റുവേഷനില്ല. നമ്മൾ പലതായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ടിട്ടുള്ളത് ഫസ്റ്റ് ഞാൻ ഈ പോർഷൻ കാണിച്ചത് ആ ഒരു പെൺകുട്ടിയാണ്. എത്ര നല്ലൊരു സുന്ദരി മോളല്ലേ, എത്ര നല്ലൊരു മോളായിരുന്നു. ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞ സമയത്ത് ആ കുഞ്ഞു മോൻ്റെ കാര്യം പറഞ്ഞു അല്ലേ, അവൻ്റെ മുഖം മനസ്സൊന്നും മാറില്ല. സത്യത്തിൽ അവൻ്റെ ജീവിതം സ്വയം ബലി കൊടുത്തിട്ട് പല കാര്യങ്ങളിലും നമ്മളെ മുന്നിലേക്ക് എത്തുന്നൊരവസ്ഥയല്ലേ ഉണ്ടായിട്ടുള്ളത്. ഈ കുടുംബം തന്നെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആ കുഞ്ഞു മോൻ അവനവൻ്റെ ജീവിതം ബലി കൊടുക്കാനുള്ള, അങ്ങനെയാണ് ഇവർക്കൊരു നീതി കിട്ടുന്നതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംസാരിക്കുന്നത് കണ്ടു. ഒരുപക്ഷെ ചിലപ്പോൾ ആ ഒരു വിഷയം പുറത്തേക്ക് വന്നില്ലായിരുന്നെങ്കിൽ, അവനെന്തെങ്കിലും സംഭവം ഇങ്ങനെ നരകയാതന അനുഭവിച്ച് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇതൊന്നും പുറം ലോകം അറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കില്ല. ഇപ്പം നിങ്ങൾ കേട്ടത് ഈ പെൺകുട്ടിയുടെ വിരൽ മിക്സിക്കകത്തിട്ടിട്ട് തിരിച്ചു എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി കാണിക്കുന്നത്. അതൊക്കെ ആ കുട്ടിയുടെ എത്ര നല്ലൊരു മോളായിരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കുന്ന വളരെ നല്ലൊരു ഫാമിലി. ഞാൻ ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് മനസ്സിലായത് നല്ലൊരു കുടുംബം. ഭഗവാൻ ഇവർക്ക് ഇങ്ങനെ ഒരു ഗതി വന്നുവല്ലോ എന്ന് ചിന്തിച്ചു പോവാണ്. നമുക്കൊന്നും അറിയില്ല. നമ്മളൊക്കെ കുട്ടികളെ കല്യാണം കഴിക്കാൻ പോകുന്നവൻ്റെയും അവരുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ളത് ഇത്രയും ക്രിമിനൽ ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും പിശാച് എന്നൊക്കെ പറയില്ലേ, അവൻ ആരോടൊക്കെ ഇത് ചെയ്തിരിക്കുന്നു എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഇതിൽ വന്നിട്ടുള്ളത്. ഈ ഒരു വിഷയം നടക്കുന്നതിനൊക്കെ ഇടയ്ക്ക് ഒരു ഡാൻസ് ടീച്ചറുണ്ട്. ഈ ഡാൻസ് ടീച്ചറാണ് ഈ അഖിലേൻ്റെ ഡാൻസ് ടീച്ചർ. ഈ സ്ത്രീയാണ്. സ്ത്രീ എന്ന് വിളിക്കാൻ പറ്റുമോ വരെയെന്ന് എനിക്കറിയില്ല. സ്ത്രീ, പുരുഷൻ, ചങ്ങാതി, അവൻ, ഇവൻ എന്നൊക്കെ പറയണേക്കാളും കൂടുതൽ അത്രയും മോശമായിട്ടുള്ള ഭാഷയാണ് ഇവരൊക്കെ ഉപയോഗിക്കേണ്ടത്. ചില കാര്യങ്ങൾ കഴിഞ്ഞത്, ചില ലിമിറ്റ് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കുന്നത് നമുക്ക് തോന്നിപ്പോകും. സംസാരിച്ചു ഞാൻ ആ ഒരു അവസ്ഥയിലാണ് കേട്ടോ. നമ്മൾ ചില സമയത്ത് പെട്ടെന്ന് ദേഷ്യം പിടിക്കും, പെട്ടെന്ന് രോക്ഷാകുലമായിട്ട് സംസാരിക്കും. അതും കഴിഞ്ഞൊരവസ്ഥയിലാണ്. നമുക്ക് എങ്ങനെ ഇത് പറയണം. പ്രത്യേകിച്ച് വെഞ്ഞാറമൂട് കേസിലൊക്കെ നമ്മൾ അങ്ങനെ സംസാരിക്കും. ഇത് അതൊക്കെ മേലെ എന്ന് പറയില്ല, അതിൽ മുകളിലായിട്ട് നമുക്ക് ഇനി ഇവിടുന്ന് നമ്മളൊന്നും പറയാനില്ല തോന്നിപ്പോകും. ഞാൻ ഈ ഒരു വീഡിയോ പ്ലേ ചെയ്യാം. പ്ലീസ് ദയവേത് നിങ്ങളത് കണ്ടിട്ട് നിങ്ങൾ എല്ലാവരും, ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ ഈ ഒരു വിഷയത്തിൽ, ഈ കുട്ടിക്ക് നീതി ലഭിക്കണം. ആ മരിച്ചുപോയ കുഞ്ഞു മോന് നീതി ലഭിക്കണം. ഞാൻ അകമറന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. സീരിയസ്ലി, അവന് ഈ ലോകത്ത് കിട്ടാവുന്നതിൽ ഏറ്റവും നരകതുല്യമായിട്ടുള്ള ജീവിതം ഇനി ഇവിടുന്ന് അങ്ങോട്ട് കിട്ടണം. അവൻ മരിച്ചു പോകണമെന്നോ അവനെ കൊല്ലണമെന്ന് ഞാൻ അങ്ങനെ പറയുന്നില്ല. പക്ഷെ നരകതുല്യമായിട്ടുള്ള ജീവിതം അവനും അവൻ്റെ ഈ കുഞ്ഞിൻ്റെ അമ്മ എന്നവളെ വിളിക്കാൻ പറ്റില്ല, ആ അഖില എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പൂതന പിശാചിനിക്കും കിട്ടണമെന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ഞാനും പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളും പ്രാർത്ഥിക്കുക. അത്രയും നരകതുല്യമായിട്ടുള്ള ജീവിതമായിരിക്കണം ഇവിടെ നിന്നിട്ട്. ഒരു നിമിഷം പോലും മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ഇതിങ്ങനെയൊക്കെ പറഞ്ഞാൽ യൂട്യൂബ് എങ്ങനെ ഇതിനെടുക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ. അതുകൊണ്ട് ഈ വീഡിയോ ഇനി എന്താ ഇതിൻ്റെ ഫേറ്റ് എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഞാനിത് പറയാതെ വയ്യ. ഇനി ഇവിടെ നിന്നിട്ട് ജീവിക്കുന്ന ഓരോ നിമിഷവും ഇവന് നരകതുല്യമായിരിക്കണം. ഇവർക്ക് രണ്ടുപേർക്കും നരകതുല്യമായിരിക്കണം. അല്ലെങ്കിൽ ഈ കുഞ്ഞിൻ്റെ കാര്യത്തിലോ ഈ പെൺകുട്ടിയുടെ കാര്യത്തിലോ ആ കുടുംബം ഇതുപോലെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരും ഇതുപോലെ അല്ലെങ്കിൽ ഇതിൽ 10 മടങ്ങ് അനുഭവിക്കണം എന്നുള്ളൊരൊറ്റ പ്രാർത്ഥനയോട് കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ കിടക്കുകയാണ്. ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചാനലിനെ പറ്റി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.
വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക. സ്വതേട്ടിനോ അങ്ങനെയാണെങ്കിൽ യൂട്യൂബ് മറ്റുള്ളവരിലേക്കും ഈ ഒരു വീഡിയോ റെക്കമെൻഡ് ചെയ്യുള്ളൂ. പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യാം. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരു 4-5 ടേക്ക് എടുത്തതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ പോകുന്നത്. സാധാരണ അങ്ങനെ സംഭവിക്കാറില്ല. മനസ്സിന് അത്രയും വിഷമമുണ്ട് ഈ ഒരു വിഷയം ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത്. പക്ഷേ ചില കാര്യങ്ങൾ പറയാതെ വയ്യ എന്നുള്ളതുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത്. വീഡിയോയിലേക്ക് കിടക്കാം. ഈ കുഞ്ഞിൻ്റെ ഈ കുട്ടറെ കൈ മിക്സിക്കകത്തിട്ടിട്ട് തിരിച്ചു എന്നാണ് പറയുന്നത്. ആ കുട്ടി സംസാരിക്കാതെ അതിന് വയ്യ. അങ്ങനെ ആക്കി അതിനെ ആലോചിക്കുമ്പോഴേ ഈ വിരലാണ് മിക്സിയിൽ അരഞ്ഞു പോയി. പിന്നെ സർജറി ചെയ്താണ് വെച്ചിരിക്കുന്നത്. പ്ലാസ്റ്റിക് സർജറി ചെയ്ത് വിരലിങ്ങനെ വെച്ചിരിക്കുന്നത്. മിക്സിയിൽ കൈയിട്ടോ? അവര് ഓൺ ചെയ്തിട്ട് നീ ഇത് അരയെന്ന് പറഞ്ഞു. അപ്പൊ ഇവളിത് ഓൺ ചെയ്തതും ജാറ് തെറിച്ചങ്ങ് പെട്ടെന്ന് കൈയിട്ട് കൊടുത്തു. വിരള് ഇങ്ങനെ തൂങ്ങിക്കിടക്കായിരുന്നു. എന്തുമാത്രം ക്രൂരതകളാണ് കാണിക്കുന്നത്. എന്നിട്ട് ആ സ്ത്രീ എന്റെ മോളെ കാലിന്റെ വണ്ണയിൽ തുറപ്പയ്ക്ക് അടിച്ചെന്നു. ആ സ്ത്രീ ഒരു പ്രസവിച്ച സ്ത്രീയാണോ? നമ്മൾ അതാ ഇന്നലെ ആ തള്ളടി മകളുടെയും വീഡിയോ നമ്മൾ റിയാക്ട് ചെയ്ത സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിരുന്നു, അഭിനയത്തിൻ്റെ കൊടുമുടിയായിരുന്നു അവർ. അത്രയധികം തകർത്ത് അഭിനയിക്കുകയായിരുന്നു. അവിടെ പറയാം ടെൻഷൻ കാരണം ഒക്കെ ശ്വാസം മുട്ടുന്ന രീതിയിലൊരു വിറയൽ അഭിനയിച്ചിട്ടാണ് ആ അഷ്കറിൻ്റെ സഹോദരി സംസാരിച്ച്. ആ തള്ളയ തന്നെയാണ്. അത് കണ്ട സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഇങ്ങനെ തന്നെയാണ്. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം അത്രത്തോളം കയ്യിലുണ്ട് അവരുടെ. ചോദിക്കുന്നത് ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഒരു ഉളുപ്പുമില്ലാതെ ആ തള്ളയും ആ മോളും ഇങ്ങനെയൊക്കെ പറയുന്നല്ലോ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. ആ കുട്ടിയെ പടച്ചവന്റെ മുമ്പിൽ ആ കുടുംബം രക്ഷപ്പെടൂല. ഒരു ഞാനത് മാത്രം പ്രാർത്ഥിക്കുന്നു. കണ്ണുനീരാണ്. ഞാൻ എപ്പോഴും പറയുമായിരുന്നു, റബ്ബ് പടച്ച തമ്പുരാനാണ് നേരും നിറയും അറിയുന്നവൻ. എപ്പോഴായാലും സത്യത്തിന് സത്യത്തിൻ്റെതായ വില കൽപ്പിക്കും. ആ സത്യമാണ് ഈ ഇന്റർവ്യൂ കണ്ടു കഴിഞ്ഞാൽ എന്ത് നല്ലൊരു കുടുംബം അറിയാം. എന്ത് നല്ല ഇവര് വീട്ടിൽ ഓൾറെഡി ഒരു മരണം സംഭവിച്ചിട്ടുണ്ട്. ഇവരുടെ ഒരു മകൻ, അതിലേക്കൊക്കെ അന്വേഷണം പോകുന്നുണ്ട് കേട്ടോ. ഇന്ന് ഈ മോന്റെ രൂപത്തിൽ വന്നിരിക്കുന്നത്, ആ മോനെ കുരുതി കൊടുത്ത് വന്നിരിക്കുന്നത് തന്നെ. ആ മോൻ്റെത് കേൾക്കുമ്പോഴേ നമ്മൾ തകർന്നു പോവുകയാണ്. ഇന്ന് തന്നെ ഞാൻ ആകെ തകർന്ന് നിൽക്കുകയാണ്. എൻ്റെ മോൻ്റെ ആണ്ടാണെന്ന് 2 വർഷം തികയുകയാണ്. നമ്മൾ നിൽക്കുന്നതേ ഉള്ളൂ. ഈ വേദന നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് അനുഭവിക്കുമ്പോൾ മാത്രമേ മനസ്സിലാവൂ ഒരു തള്ളയുടെ ഒരു തന്തയുടെ വേദന എന്താണെന്നുള്ളത്. അതിൻ്റെ കൂടെയാണ് ഈ മോളും ഇന്നിങ്ങനെ ഇരിക്കുന്നത്. എവിടെ കൊണ്ടുപോയി കഴുകിക്കളയോടാ ഈ പാവൊക്കെ നീ? എവിടെ കൊണ്ടുപോയി കഴുകിക്കളയും ഇവൻ? എൻ്റെ ഈ വീഡിയോ ഇവൻ്റെ ഉമ്മയോ സഹോദരിയോ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ലോകത്തുള്ള ഈ ഒരു ഭാഷ മനസ്സിലാവുന്ന ഏതൊരു വ്യക്തിയുടെയും ശാപം നിങ്ങളെ തലയ്ക്ക് മുകളിൽ വാള് പോലെ നിൽക്കുകയാണ്. നിങ്ങൾ എവിടെ പോയാലും ഇനി എന്ത് തന്നെ നോണ നിങ്ങൾ ഏത് മീഡിയയുടെ മുന്നിൽ വന്ന് സംസാരിച്ച് പറഞ്ഞാലും ഒരിക്കലും നിങ്ങൾക്ക് ഒരു നിമിഷം പോലും, വീണ്ടും ഞാൻ പറയുന്നത്, ഞാൻ അങ്ങനെ പറയാറില്ല ഒരാളുടെ ഇതിൽ കേസിൽ ശത്രുക്കളാണെങ്കിലും പോലും നമ്മൾ തന്നെ പറയാറില്ല. പക്ഷെ എന്നാലും പറയാണ്, ഒരു നിമിഷം പോലും നിങ്ങളൊന്നും മനസമാധാനത്തോടു കൂടി മാനസികമായിട്ടോ ശാരീരികമായിട്ടോ നല്ല രീതിയിൽ നിൽക്കരുത് എന്നുള്ളൊരൊറ്റ പ്രാർത്ഥന എനിക്കുള്ളൂ. ഞാൻ എൻ്റെ വീഡിയോ കാണുന്നവരോട് മാത്രം പറയുള്ളൂ. പക്ഷെ ചിലപ്പോൾ ഞാൻ പറയുന്നത് തെറ്റായിരിക്കാം, നിങ്ങൾ എന്നോട് യോജിക്കും എന്നുള്ളത് എനിക്കറിയില്ല. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യും. നിങ്ങൾ യോജിക്കും എന്നുള്ള അറിയില്ല. ഞാൻ ഒരു കേസിലും ഇങ്ങനെ പറയാത്തതാണ്. പക്ഷേ ഈ കേസിൽ എനിക്ക് പറയാതിരിക്കുന്നത് കാരണം വെച്ചാൽ നമ്മുടെ വീട്ടിലൊരു പെൺകുട്ടി വളരുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ വീടുകളിലുണ്ടായിരിക്കും കുട്ടികൾ. ഈ നമ്മൾ വളർത്തി വലുതാക്കിയ മക്കൾ ഈ ഒരു രൂപത്തിൽ നമ്മുടെ മുന്നിൽ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേറെ കൂടുതലൊരു വേദന ഇല്ല. മോള് ഇന്ന് ഇല്ലാതെ വന്നാൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കും? ഞങ്ങൾക്ക് എന്താണ് ജീവിതം? ഇതിനു വേണ്ടിയാണെന്ന് ഞങ്ങൾ രാപകലില്ല, ഞങ്ങൾ ഉറക്കൊഴിഞ്ഞിരുന്നാണ് എൻ്റെ മോളെ ഇത്രയൊക്കെ ഞങ്ങളാക്കിയെടുത്തത്. മക്കളോടുള്ള സ്നേഹം കൊണ്ടാണ്. അവരിൽ നിന്നും ഒന്നും കൈപ്പറ്റാനല്ല. നമുക്ക് അവരെ വേണമെന്നുള്ളത് കൊണ്ട് നമ്മളെ മരണകാലം വരെയും മക്കൾ നമുക്കൊപ്പം വേണം. അവർക്കൊരു നല്ലൊരു ജീവിതം ഉണ്ടാവണമെന്ന് ഏതൊരു തള്ളയും തന്തയും ആഗ്രഹിക്കും. നല്ല പഠിക്കുന്ന മോളാണ്, നല്ല ഇൽമു പഠിച്ച ഒരു മോളാണ്. ഇവിടുന്ന് ഇറങ്ങി പോകുന്നതിൻ്റെ അന്ന് വരെയും വെളുപ്പാങ്കാലത്ത് സുബഹി നമസ്കരിച്ച് പടച്ചനോട് തേടിക്കൊണ്ടിരുന്ന ഒരു മോളാണ്. ആ മോളാണ് നമ്മളെ മുമ്പിൽ ഇങ്ങനെ കാണിച്ചിട്ട് ഇറങ്ങി പൊക്കളഞ്ഞത്. അന്ന് എൻ്റെ വീട് മരണ വീടായിരുന്നു, അറിയാമോ?
ഇപ്പൊ ഈ പറയുന്നത് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉപ്പയുടെ ശ്രദ്ധയിൽ വരുന്നത് ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോഴാണല്ലോ. ഉപ്പ നേരിട്ട് കാണുകയാണ് മോള് ചോരയിൽ കുളിച്ചു നിൽക്കുന്നത്. അന്ന് ചോദിച്ചിരുന്നില്ലേ എന്താ എന്റെ മകൾ അവിടെ ആരുമില്ല, കൊച്ചിനെ ഇട്ടിട്ട് ഉപദ്രവിച്ച് തലയൊക്കെ മുറിഞ്ഞിട്ടും അവരെ മൂക്കൊക്കെ പൊട്ടി ബ്ലഡ് ഒളിച്ച് ഇങ്ങനെ കിടക്കുകയാണ്. അതായത് ഇവൻ മൂക്കിനും ചെവി അടച്ചടിക്കുത്രേ. ഈ ചെവി പൊത്തി പിടിച്ചിട്ട് അതായത് ചെവിയിൽ ഇങ്ങനെ എയർ കയറുന്ന രീതിയിലും ചെവിക്ക് അടിക്കുന്നു. ഡയഫ്രം പോവും, ആകെ തല തിരിയുമല്ലോ. എന്ത് സാധനടാ ഇവൻ. എന്താ അല്ല ശരിയാണ്, ഇത് പോട്ടെ എന്നല്ല ഞാൻ പറഞ്ഞത്. ആ കുട്ടിയോട് കാണിച്ചില്ലേ, ആ കുഞ്ഞിനോട് കാണിച്ചില്ലേ 91 മുറിപ്പാടേ ശരീരത്തിൽ. എത്ര ഉണ്ട് അതിൻ്റെ ശരീരം? 91 മുറിപ്പാടൊക്കെ എന്ന് പറഞ്ഞാൽ വാരിയെല്ലൊടിയ. അയ്യോ, 1 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞാൽ ബ്ലഡ് ഒളിച്ചുള്ള മരിക്കും. അന്ന് ഡോക്ടർ എന്താ പറഞ്ഞത്? ഡോക്ടർ പറഞ്ഞ എത്രയും പെട്ടെന്ന് തന്നെ മെഡിക്കലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. മനോജ് ഡോക്ടറോട് ചോദിച്ചറിയാൻ പറ്റും. മനോജ് ഡോക്ടർ ഈ മോളോട് പറഞ്ഞു, പാലോട് ഗവൺമെന്റ് ഹെൽത്ത് സെന്ററിലെ പാലോട് ഹോസ്പിറ്റലിലെ ഡോക്ടർ വരെ പറഞ്ഞു ഈ മോളെ നീ രക്ഷപ്പെട്ടു, അവൻ നല്ലവനല്ല എന്ന് വരെ ആ ഡോക്ടർ പറഞ്ഞിട്ട് പോലും ആ സമയത്തെങ്കിലും ഈ കുട്ടിയൊക്കെ ഒന്ന് ചിന്തിച്ചുകൂടായിരുന്നു. അവൾ ഇഷ്ടപ്പെട്ട് പോയതാണല്ലോ, സ്വയാധീനമാണ്. അവര് നല്ല രീതിയിൽ ജീവിക്കണമെങ്കിൽ ജീവിക്കട്ടെ എന്ന് വിചാരിച്ചു. അതിനാണ് നമ്മള് ആ സ്വർണ്ണം 5 പവന്റെ സ്വർണ്ണം എല്ലാം കൊടുത്തത്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഈ ഇറങ്ങിപ്പോയ നോക്കാണ് ഞങ്ങൾ ഈ 5 പവന്റെ ഉരുപ്പടി കൊടുക്കുന്നത്. ആ 5 പവന്റെ ഉരുപ്പടി പോയിട്ട് ഒരു തരി പോലും എന്റെ മോളെ ശരീരത്തില്ല. ആ കൊടുത്തതിന്റെ പിറ്റെന്ന് മാത്രം കണ്ട സാധനം പിന്നെ കണ്ടില്ല. സ്വർണ്ണമൊക്കെ എവിടെ? അതെല്ലാം വെച്ചു എന്നിട്ട് അവൻ്റെ കടങ്ങളൊക്കെ. എനിക്ക് ഓരോ പ്രാവശ്യം ഈ കുട്ടി സംസാരിക്കുന്ന സമയത്തൊക്കെ ചങ്കനൊരു പിടുത്തം വരും കേട്ടോ. എങ്ങനെയാ അവന് കടം വന്നെന്ന് എന്തേ അറിയാമോ? വേടക്കും അങ്ങനെയാണ് കടം കയറി. വാങ്ങിക്കും കൊടുക്കും വീണ്ടും വാങ്ങിക്കും, അങ്ങനെയാണ് കടം കയറലേന്ന്. അതായത് ഇയാൾക്ക് പൈസ വേണം, പണം വേണം എന്നുള്ളതാണ് ഇതിനൊക്കെ. അത് അവരുടെ കുടുംബത്തോട് കൂടി അവരെന്ന് പറഞ്ഞാൽ നാട്ടു ജനങ്ങളുടെ പണമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതിനാണ് ഇതുപോലുള്ള കുട്ടികളെയാണ് ഇവർ ആദ്യം പിടിക്കുന്നത്. ഉമ്മായും മോളും കൂടെയാണ് ഇവൻ ഏറ്റവും കൂടുതൽ ഒത്താശ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ അവിടെ മരണപ്പെട്ട കുട്ടിയുടെ കാരണം അതിന് അവിടെ ഉള്ള 4 ഈ കുട്ടിയുടെ അമ്മയും ഈ അഷ്കർ എന്ന് പറയുന്നവനും ഈ അഷ്കറിന്റെ ഉമ്മായും പെങ്ങളും ഒരേ തുല്യ പങ്കാളികളാണ്. അത് ഉറപ്പാണ്. ഈ പറയുന്നത് പോലെ കല്യാണ ദിവസമേ എന്നിട്ട് എന്തായിരുന്നു അഭിനയം അറിയോ? അഭിനയത്തിന് യാതൊരു കുറവുണ്ടായിരുന്നില്ല. അവിടെ ചടങ്ങ് നടത്തിയ സമയത്ത് ഇങ്ങനെ ലെറ്ററിൽ അടിക്കുന്നു, ഉപ്പയും ഉമ്മയും ഇല്ലാത്ത ഒരു ലെറ്റീനും കുട്ടിയാന്ന് പറഞ്ഞടിക്കുന്നു. അപ്പൊ മോള് ചോദിച്ചില്ലേ എന്റെ ഉപ്പയും ഉമ്മയും ജീവനോടെ ഉണ്ടല്ലോ? എന്തെന്ന് പറഞ്ഞതും ഇവിടെ വന്നതിന് ശേഷമാണ് ഉമ്മ പറഞ്ഞത്. അപ്പൊ ഈ കത്ത് കാണിച്ചിട്ടില്ല. സ്നേഹിച്ച് കല്യാണം കഴിച്ചെന്ന് മനസ്സിലാവുന്നത്. അതിനുശേഷം ഇവൻ ആ കല്യാണക്കത്ത് അടിച്ച സമയത്ത് ഉമ്മയും ഉപ്പയില്ലാത്ത കുട്ടീനെ കല്യാണം കഴിക്കുന്നുണ്ടോ കല്യാണക്കത്ത് അടിച്ചത്. ഈ കുട്ടി അത് കണ്ടിട്ടില്ല എന്നാണ്. എന്നെ കണ്ടൊന്നും കളിക്കാതെ നടത്തിയത്. എന്തെങ്കിലും ഭക്ഷണമൊക്കെ തരാറുണ്ടായിരുന്നു അവിടെ നിന്ന്? ഭക്ഷണം തരാറില്ല, വേണമെങ്കിൽ വെച്ച് തന്നെയാണ്. അതിന്റെ മക്കളെ വേണമെങ്കിൽ വേപ്പിച്ചെന്നെ എന്ന് തന്നെ ഒന്നുമില്ലായിരുന്നു. അവിടുത്തെ ജോലികളൊക്കെ എടുപ്പിക്കായിരുന്നു.
ഇങ്ങനെ അസുഖം കൊച്ചു വയ്യാതെ ഈ അടി കൊണ്ട് തളർന്ന് കിടക്കുമ്പോഴും ഇവന്റെ ജീൻസിന്റെ ഒരു 5-6 പാൻറ്റും 5-6 ഷർട്ടും ഒക്കെ പിറക്കാൻ ഇട്ട് കൊടുത്തിട്ട് പോവുകയാണ്. അത് കഴുകി അവൻ രാവിലെ വണ്ടി ഓട്ടത്തിനൊന്നും പറഞ്ഞു പോവും. വരുന്നത് എപ്പോഴാണ്? പിറ്റേന്ന് 4 മണി 5 മണിക്ക്. ഇവൻ പോകുന്ന ആരോടെയാണ്? ഈ കഥാപാത്രമാണ് കേട്ടോ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കഥാപാത്രം. പോലീസ് അന്വേഷിക്കാതിരിക്കില്ല. ഈ അനു എന്ന് പറഞ്ഞിട്ടുള്ളൊരു എനിക്ക് വളരെ നല്ല സംശയമുണ്ട്. കാരണം വെച്ചാൽ ഇതിൽ എന്തെങ്കിലും വേറെ കുട്ടികളൊക്കെ അതേമാതിരി മറ്റുള്ള പെൺകുട്ടികളൊക്കെ ഇതുപോലെ വല വിരിച്ചിട്ട് തിരിച്ച് കൊണ്ടുവന്ന രീതിയിൽ ഒരു ഡാൻസുകാരിയാണ് ഡാൻസ് നടത്തുന്നതെന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് കേട്ടോ. ഡാൻസുകാരി അനുവിന്റെ ഒക്കെ കൂടെയാണ് പോകുന്നത്. ഈ അനു എന്ന് പറയുന്ന അവളെ ഉണ്ടല്ലോ രംഗത്ത് കൊണ്ടുവരണം. അവളും എന്റെ ഈ വീട്ടിൽ വന്നിട്ടുണ്ട്. അനു എന്ന് പറയുന്ന ഡാൻസുകാരി അവനാണ് ഈ പെൺപിള്ളേരെല്ലാം അവളാണ് ഈ പെൺപിള്ളേരെ കൂട്ടി കൊടുക്കുന്നത്. ഈ ഇവരെ കൂടെ ഉള്ളത് തന്നെയാണ് അവര്. ഈ അഷ്ടം എന്ന് പറയുന്ന അവന്റെ ഉമ്മാരെ അവന്റെ സഹോദരന്റെ ഏറ്റവും വലിയ ആളാണ്. അടുപ്പക്കാരിയാണ് ഈ അനു എന്ന് പറയുന്നത്. ഇവളാണ് എല്ലായിടത്തും ഇവന്റെ കാര്യത്തിന് വേണ്ടി പെണ്ണുങ്ങളെ കൂട്ടിക്കൊടുക്കുക. ഇവളാണ് മുന്നിൽ നിൽക്കുന്നത്. അവളെ രംഗത്ത് കൊണ്ടുവരണം. അവളെ കൊണ്ടുവരണം. ഒരു ക്രിമിനൽ മൈൻഡുള്ള ഒരു വ്യക്തിക്ക് ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നത് പോലീസ് സ്റ്റേഷനിൽ പോയാൽ 6ഓളം പരാതികൾ ഉണ്ടായിട്ടും അതെങ്ങനെയാണ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഈ പോലീസുകാർ എന്ത് കേസ് എടുക്കാത്തത്? ഇവരെ പേരിൽ നമ്മൾ എത്ര പരാതി കൊടുത്തിട്ടും കേസ് എടുത്തിട്ടില്ല. ഇവര് ഫോണിൽ വിളിക്കുമ്പോ എന്താണ് പറയുന്നത് നമുക്കറിയാൻ പറ്റൂലില്ല. ഇവൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ വെളിയിൽ നിർത്തിയിട്ട് ഇവരുമായിട്ട് അരമണിക്കൂറോളം ഇവനുമായിട്ട് സംസാരിച്ച് ചിരിച്ച് രസിച്ചിട്ടാണ് പുറത്തിറക്കിയിട്ട് ഞങ്ങൾ ഒരുപക്ഷെ വിളിച്ചിട്ട് നമുക്ക് പിന്നെ ആലോചിക്കാം ഇതെന്തൊരു കേസ് എന്നും പറഞ്ഞാണ് ഞങ്ങളെ വിടുന്നത്. ഇതാണ് ഒരു പോലീസ്, ഇതാണ് ഒരു നീതിപീഠം. മോളെ അടിച്ച് അപരിശോധനയാക്കിയാണ് പോലീസിൽ പോയി പിന്നെ പെറ്റീഷൻ എല്ലാം എഴുതി കൊടുത്ത് മോളെ നമ്മളടുത്തൊന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ പോകുന്നത്. പാലോടെ എല്ലാം പറയും നെടുമങ്ങാടാണ് അവൻ്റെ ഇത്. അവിടുത്തെ നെടുമങ്ങാട് എല്ലാം ലാസ്റ്റ് അവർ പറയും അല്ല അത് അവിടെ അപ്പുറത്താണ് വെഞ്ഞാറമൂട്ടിലാണ് വരുന്നത് ആ കേസ്. വെഞ്ഞാറമൂട്ടിൽ കൊടുക്കണം. അങ്ങനെ വെഞ്ഞാറമൂട്ടിൽ ചെന്നാണ് ഈ കേസ് എഴുതി കൊടുത്തത്. കൊടുത്തപ്പോൾ വെഞ്ഞാറമൂട്ടുകാർ പോലീസുകാർ നമ്മുടെ കൂടെ തന്നെ വന്നു. അവരിപ്പോഴും തന്നെ പോയിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോഴും പിന്നെ മോള് യവനുമായിട്ട് ഫോണിൽ സംസാരിച്ചിട്ട് കഴിഞ്ഞപ്പോഴും പിന്നെ പറഞ്ഞു വാപ്പ. കുട്ടികളെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും നിങ്ങളുടെയൊക്കെ ബന്ധത്തിൽ ആരെങ്കിലും ഇതുപോലെ സഫർ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ലൈഫിൽ. അത് മനസ്സിലാക്കുക. തിരിച്ച് അച്ഛനെയും അമ്മയുടെ അടുത്തേക്ക് പോവാം. ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഇനി അതല്ല അങ്ങനെ പറയല്ല, എന്തെങ്കിലും ഒരു ജോലി ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും സ്വയം പര്യാപ്തത നേടിയതിന് ശേഷം പഠിച്ച് സ്വയം പര്യാപ്തത നേടിയതിന് ശേഷം മാത്രം ഒരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങളെ സ്വയം കാലിൽ നിൽക്കാൻ പറ്റണം. അടിമയല്ലാതെ നിൽക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ മാത്രമേ വിവാഹം കഴിക്കാൻ പാടുള്ളൂ. എന്ത് തന്നെ പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിലും ഇതിപ്പോൾ ഡിവോഴ്സും കാര്യങ്ങളൊന്നും ഡിവോഴ്സ് റേറ്റ് കൂടുന്ന സംഭവമൊക്കെ സത്യം തന്നെയാണ്. ഒത്തുപോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പീഡനം സഹിച്ചിട്ടോ നിൽക്കേണ്ട ഒരാവശ്യമില്ല. അപ്പോൾ രണ്ടാളുടെയും അവസ്ഥ തന്നെയാണ്, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും. പക്ഷെ ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് സ്ത്രീകളുടെ കാര്യമായതുകൊണ്ട് ഒരു കാരണവശാലും ഇതൊന്നും സഹിച്ച് നിങ്ങളൊന്നും ഒരാൾ നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. അച്ഛനും അമ്മയ്ക്കും ചിലപ്പോൾ ഒരുപക്ഷെ അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും ഒന്നും കഴിവുണ്ടായിക്കോളുന്നില്ല. പക്ഷെ അതാണ് ഞാൻ പറഞ്ഞത്, സ്വന്തം കാലിൽ നിൽക്കാനുള്ളൊരു പ്രാപ്തി വന്നതിന് ശേഷം തക്കുക. ഒരുപാട് ആരെയൊന്നും വിശ്വസിക്കാതിരിക്കുക. എന്തെങ്കിലും പ്രശ്നങ്ങൾ തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ അവിടുന്ന് പോരാൻ ശ്രമിക്കുക. അതിലേറെ ഒരു ബെറ്റർ ലൈഫ് ഉണ്ടായിരിക്കും. നശിക്കുന്നതിനേക്കാളും ഭേദമാണ് പിന്നീട് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോകുക എന്നുള്ളത്. ആ ഒരു ചിന്തയിൽ മുന്നോട്ട് പോവുക. അല്ലാണ്ട് ഇതുപോലെ അവൻ ശരിയാവും എന്നൊക്കെ പലരും പല നമ്പർ ഇറക്കും, പലരും പല രീതിയിലും സംസാരിക്കും. കരഞ്ഞ് കാല് പിടിക്കുമായിരിക്കാം, അഭിനയിച്ച് തകർക്കുമായിരിക്കാം. പക്ഷെ എന്നാലും അതിനൊന്നും വിശ്വസിച്ചതാവരുത്. കേസൊന്നും വേണ്ട. കാരണം അവൻ കരഞ്ഞ് ഇവിടെ കാല് പിടിച്ചെന്തോ പറഞ്ഞു. പ്രതീക്ഷിച്ചുകൊണ്ടാണ് മോള് പിന്നെ വീണ്ടും അയാളോട് പോകുന്നത്. എന്നിട്ട് ഇയാൾക്ക് ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല. അത് ചെന്ന് അന്ന് തന്നെ രാത്രി തന്നെ ഇയാളെ പിന്നും അടിക്കുകയായിരുന്നു. ഇവന്റെ ഉമ്മായി നീന്തി അവിടെ നിന്ന് പോലീസ് സ്റ്റേഷൻ വിളിച്ചോണ്ട് പോയി. അവിടെയും വിളിച്ചോണ്ട് നീ പോലീസിൽ എനിക്ക് കേസ് കൊടുക്കാൻ പോയെന്ന് പറഞ്ഞ് അന്ന് ഈ തള്ളയും മോളും അച്ഛനും കൂടി കുത്തി അടിച്ചു. കൊണ്ടുപോയ നേരം തൊട്ട് കൊച്ചിനെ നേരം അന്ന് കൊച്ചിനെ ഉപദ്രവമായിരുന്നു. അപ്പൊ ഞാൻ വെപ്രാളപ്പെട്ട് രാത്രി 1 മണിക്ക് 2 മണിക്ക് ഈ തള്ളയെ വിളിക്കുന്നു. അപ്പോഴാണ് തള്ള പറയുന്നത്, അയ്യോ അവൻ അടിക്കുന്നില്ല, ഒരു കുഴപ്പമില്ല, നിങ്ങൾ സന്തോഷം എന്നാണ് പറയുന്നത്. ഇതാണ് ഒരു സ്ത്രീ. ഇതെന്താ പറയുക, ഈ മര്യാദയ്ക്ക് സ്വബോധത്തിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടി ഇതൊക്കെ വിളിച്ച് പറയുന്നത് വിചാരിച്ചിട്ടായിരിക്കും. പക്ഷേ തലക്കന്നെ അടിച്ചിട്ട് അതിൻ്റെ ബോധം കളയുന്ന സിറ്റുവേഷൻ ഉണ്ടാക്കിയത്. അവനൊന്നും പറയില്ലല്ലോ. ആ മറ്റേ കുഞ്ഞിൻ്റെ കേസിൽ തന്നെ സംഭവിച്ചിട്ടുള്ളത്. ആ അച്ഛൻ ഈ കുട്ടിയെ വീണ്ടെടുക്കാൻ നോക്കുക. ആ കുട്ടിയുടെ മേല് കംപ്ലീറ്റ് ഇതുപോലത്തെ മുറിപ്പാടുകൾ 91 മുറിപ്പാടുകളൊക്കെ കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ചർച്ചയും കാര്യങ്ങളും വരും. പ്രശ്നമാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അതിനെങ്ങനെയെങ്കിലും വക വരുത്തിയത്. ഇതും ഈ ഒരു എങ്ങനെയോ ഇത് മരിക്കാതെ രക്ഷപ്പെട്ടു കേട്ടോ. തന്നെ ഞാൻ പലവട്ടം വിളിച്ച് എന്റെ മോക്ക് എന്തെങ്കിലും സംഭവിക്കുന്ന ഒരു വെപ്രാളമായിരുന്നു. ഇവിടുന്ന് പോയേണ്ടെന്ന് രാത്രിയിൽ ഒരു കാര്യമില്ലാതെ ഇത്രയും പിടങ്ങിയിരുന്ന വീട്ടിൽ നിന്ന് ഒരു തള്ളയും മോനും വീണ്ടും ഇവിടെ വരികയാണ്. അപ്പൊ നമ്മൾ ചോദിച്ചു എന്തിനു വന്നതെന്ന് വാപ്പ ചോദിച്ച്.
എന്നിട്ട് മോളെ കൊണ്ടുപോയി ആ രാത്രി തൊട്ട് വീണ്ടും ഉപദ്രവമാണ്. നേരം വെളുക്കുന്നത് വരെ ഈ കുട്ടിയെ ഉപദ്രവമായിരുന്നു. ഞാൻ ആ സ്ത്രീയോട് ചോദിക്കുമായിരുന്നു, എന്റെ മോളെ അവ അടിക്കുകയും ചെയ്ത ഒരു കുഴപ്പമില്ല, നീ സന്തോഷമായിട്ട് അവിടെ ഇരുന്നു എന്നാണ് അവര് പറയുന്നത്. ആ രാത്രിയല്ല ഈ കൊച്ചിനെ അന്നേരം ഈ കൊച്ചു മരിച്ചു പോയെങ്കിൽ ആര് സമാധാനം പറയും? ഞാൻ അതാണ് ചോദിക്കുന്നത്. ഈ 1.5 വയസ്സായ മോൻ ഇപ്പോഴാണ് ഇവൻ കൊല ചെയ്ത് കൊന്നത്. അതിന് മുമ്പേ ഈ മോള് മരിക്കാനുള്ളതായിരുന്നു. ജീവച്ചവ മറയ്ക്കാതാണ് അവനും അവന്റെ ഉമ്മായും സഹോദരിയും കൂടെ. ഇവര് 3 പേരും ആ സ്ത്രീ, അവന്റെ ഉമ്മ എന്ന് പറയുന്ന ആ സ്ത്രീയും അവന്റെ സഹോദരി എന്ന് പറയുന്ന അവളും കൊല ചെയ്യപ്പോയിരുന്നു ഈ കുട്ടി. അവര് 3 പേരും കൂടെ. ഇവരൊരു മനുഷ്യരാണ്. ഇവരെ മനുഷ്യരെ ഗണത്തിൽ കൂട്ടാൻ കൊള്ളാമോ? മറ്റുള്ളവർക്ക് എന്തോ ഇതാണ് നമ്മളെ ഈ തിരുവനന്തപുരം ജില്ലയിൽ ഇങ്ങനെ. ഓക്കെ, മലയാളി വാർത്ത എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിലാണ് ഈ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുള്ളത്. മുഴുവൻ ഞാൻ കാണിക്കുന്നില്ല. ഇനിയും ഏകദേശം 10-20 മിനിറ്റോളം ഉണ്ട് ഈ ഒരു ഇൻ്റർവ്യൂ. കാണേണ്ട ഇൻ്റർവ്യൂ എന്ന് ഞാൻ പറയില്ല. ചില ആൾക്കാർക്ക് മനസ്സിലൊക്കെ ഒരു വിഷമം തോന്നിപ്പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഡെഫിനറ്റ്ലി ഉണ്ടായി. പക്ഷെ ആ കുഞ്ഞിന് സംഭവിച്ച കാര്യം, ആ ഒരു കാര്യം കൊണ്ടാണ് ഇത് ഇവിടെ ഒരു പുറത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ബലിയാടായ പോലെയാണ് ആ കുട്ടിയുള്ളത്. തക്കതായ ശിക്ഷ ഇവർ കിട്ടുമെന്നുള്ളത് ഞാൻ നേരത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുള്ളത്. എനിക്കറിയില്ല നമ്മുടെ നിയമവ്യവസ്ഥ വെച്ചിട്ട് ഇവർ എത്രത്തോളം കിട്ടുന്നില്ല. ഞാൻ വളരെ എനർജി ലോ ആയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഒരു മനം മടുത്തിട്ടുള്ളൊരവസ്ഥ. ഒരു പക്ഷേ ചിലപ്പോൾ ഇന്നലെ ഞാൻ ഈ ഒരു വീഡിയോ കണ്ട സമയത്ത്, ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിരുന്ന കുഞ്ഞിൻ്റെ ഒരു മുഖഭാവമുള്ളൊരവസ്ഥയിലാണ് ഞാനിന്ന് വീഡിയോ ചെയ്യുന്നത്. നമ്മൾ മനം മടുത്തിട്ടുള്ളൊരവസ്ഥ. ഇത് കണ്ടിട്ട് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട്. നിയമങ്ങൾ മാറണം. സീരിയസ്ലി ഇത് ഞാൻ ഒരാളോട് സംസാരിച്ച സമയത്തെ എന്നോട് പറഞ്ഞു കേട്ടോ, ഞാൻ അതിനെക്കുറിച്ചിട്ടുള്ള അതിൻ്റെ ആ ഒരു ഒത്തൻറ്റിസിറ്റി നോക്കിയിട്ടില്ല. ചൈനയിൽ എന്നോടൊരു വ്യക്തി പറഞ്ഞിട്ടോ, നിങ്ങൾ ആരെങ്കിലും അറിയുമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും കേട്ടോ. ചൈനയിൽ എല്ലാ വർഷവും കൊടും കുറ്റവാളികളെ ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കത്രേ. കൊടും കുറ്റവാളികളുടെ വധശിക്ഷ നടപ്പിലാക്കിയിട്ട് അവരെ ഓർഗൻസ് മുഴുവൻ എടുക്കുന്നൊരു സംവിധാനം ഉണ്ടെന്ന്. അതായത് അത്രയും കുറ്റവാളികളുണ്ട് ഇതുപോലത്തെ മനുഷ്യന്മാരെ. വെറുതെ അവരെ തൂക്കിലേറ്റി കളയാതെ അവരുടെ ഓർഗൻസൊക്കെ എടുക്കാം, ഹൃദയം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അത് ഇതുപോലെ ഓർഗൻസ് ആവശ്യമുള്ള ആൾക്കാരിലേക്ക് കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇതുപോലത്തെ ആൾക്കാരുടെ അവയവങ്ങൾ പോലും, പക്ഷെ ഞാനങ്ങനെ പറയല്ല, അങ്ങനെ എന്തെങ്കിലും ഒരു സംവിധാനം നാട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് വുഡ് മേക്ക് മോർ സെൻസ്. എനിക്കറിയില്ല, എന്നോട് ഒരാൾ പറഞ്ഞാണ് എത്രത്തോളം എന്നുള്ളത്. ഞാൻ പെട്ടെന്ന് ഓർത്തെടുത്തപ്പോൾ പറഞ്ഞു എന്നില്ല, അതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് വിചാരിച്ചായിരുന്നു. ആരൊന്നുമില്ല, എന്നാലും അറിഞ്ഞിരിക്കുക, അറിവ് എന്നുള്ള കണ്ടീഷനിൽ മാത്രം. ഇനി എന്തൊക്കെ കാര്യങ്ങൾ പുറത്തു വരേണ്ടതെന്നുള്ള അറിയില്ല. ആ അനു എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തി ഇതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് പോലീസ് അതിനൊരു അന്വേഷണം മര്യാദയ്ക്ക് നടത്തിയിട്ട് അതിനൊരു എന്തെങ്കിലും തെളിവ് കണ്ടെത്തലുണ്ടായിരിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കാം അല്ലേ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.